അസ്സലാമു അലൈക്കും. ഹായ് ഓൾ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അതിപ്പോൾ എക്സാമും പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീഡിയോ അങ്ങനെ എടുക്കാനായിട്ട് പറ്റാറില്ല. പിന്നെ ഞാൻ കൂടുതലും വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് അതിന് സ്പെഷ്യലായിട്ടൊരു വീഡിയോ എടുത്ത് കാണിക്കാൻ പാകത്തിലൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് മാത്രമേ ഞാനിങ്ങനെ അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലും കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, സഹതാപം കിട്ടാനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ഈ ഒരു ചോദ്യത്തിനെ പേടിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാനായി. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു ഭിന്നശേഷിയായിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് കേട്ടിട്ടായിരിക്കും അവർ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ടാവുക. ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ കേൾക്കുന്നതാണ്, അയ്യോ ഈ കുട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ, ഈ കുട്ടിയുടെ ഭാവി എന്താവും, ഈ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അത് ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നുണ്ട്. കൂടുതലും നമ്മുടെ ഉമ്മമാരോടൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് വിഷമാവുക. എനിക്കിത് ആളുകളോട് പറയാനുള്ളത് കൂടുതലും നമ്മുടെ അമ്മമാരെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചോദിക്കരുത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അമ്മമാരെ മുമ്പിൽ വെച്ച് ചോദിക്കുമ്പോൾ ഈ അവരെ പാരൻസിന് അത് ഭയങ്കര സങ്കടമാവുകയും ചെയ്യും. ഇവർ ചിലപ്പോൾ ചിലരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഈ കുട്ടികളെ കൊണ്ടുപോകാതെ ഒരു സ്ഥലത്തും കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിപ്പോയ ഒരുപാട് പേരുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ഇതൊക്കെ കുറവായിരിക്കും. പക്ഷേ എൻ്റെ ചില ഫ്രണ്ട്സിനൊക്കെ ഞാൻ നോക്കുമ്പോൾ അവർ സ്കൂളിൽ തന്നെ പോയിട്ടില്ല ചില ആളുകൾ. അപ്പോൾ സഹതാപത്തേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ കാണുന്നത്, നിങ്ങളിൽ ഒരാളായിട്ട് ഞങ്ങളെ കാണുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ പറയും, എന്തെങ്കിലും മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്ത എന്തെങ്കിലും തെറ്റുകൊണ്ടാണെന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഈ അടുത്ത് അങ്ങനെ പറയുന്നുണ്ടായി എന്നോട്, എന്തെങ്കിലും മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങൾ കാരണമാണ് ഇങ്ങനെ വന്നതെന്ന്. എനിക്കങ്ങനെ ഇതുവരെയായിട്ടും അങ്ങനെ വിശ്വസിക്കാനായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ വിശ്വസിക്കുന്നുമില്ല ആര് പറഞ്ഞാലും. അങ്ങനെ ഒരുപാട് ഒറ്റപ്പെടുത്തലുകളും സങ്കടങ്ങളും ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ ഞാനിങ്ങനെ ജോലി ചെയ്യുന്നതൊക്കെ ഞാനായിട്ട് എങ്ങനെയാണോ ജോലി ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് സഹതാപം കിട്ടാനല്ലേ. ഇപ്പോൾ നോർമൽ ആൾക്കാർ നല്ലപോലെ ജോലി ചെയ്യുന്നു, ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നു. പിന്നെ കിച്ചൺ സ്ലാബ് കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി, അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഇരുന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. ചിലരൊക്കെ എനിക്ക് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യണമെന്നും ഇതൊക്കെ പറയണമെന്നൊക്കെ തോന്നിയത്. പിന്നെ വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമെങ്കിൽ സബ് ചെയ്യണേ. താങ്ക് യു ഓൾ.